എടാ ശിഷ്ടം മാത്രം മതിയായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്തുവാ? എക്സ് മൈനസ് 2 = 0 എന്നെഴുതും. എങ്കിൽ എക്സ് സമം -2 അപ്പുറത്ത് പോകുമ്പോൾ +2 എന്നെഴുതും. എക്സിന്റെ വില 2 കിട്ടിയാൽ നമ്മളിതാ ഈ ഒരു പോളിനോമിയലിനകത്തിൽ അപ്പോൾ അങ്ങനെ ശിഷ്ടം കണ്ടുപിടിക്കേണ്ടി വരുമ്പം നിങ്ങൾ 0x² അഥവാ ഇല്ലാത്ത ടേമുകളെ ചേർക്കണമെന്നില്ല. ഇവന് മാത്രം വില കൊടുത്താൽ മതി. ഞാൻ ഒന്ന് കാണിച്ചു തരാം മക്കളെ. ഏവർക്കും നമസ്കാരം. സൂപ്പർ ഓവറിന്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പോളിനോമിയൽ എന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കഴിഞ്ഞൊരു 3 ക്ലാസ്സുകളായിട്ട് 3 സൂപ്പർ ഓവറുകളായിട്ട് നിങ്ങളതിൻ്റെ ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളും കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ അത്യധികം അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ LDCയിൽ ചോദിച്ച പോളിനോമിയൽ എന്ന ഭാഗത്തിലെ ചോദ്യവും നമ്മൾ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് എത്ര ബോളുകൾ നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റി, അതെങ്ങനെയെല്ലാം നിങ്ങൾക്ക് സാധിച്ചു എന്ന് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഞാൻ സെർച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സൂപ്പർ ഓവറിന്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ബോൾ ഇങ്ങനെയാണ്. P(x) = 4x³ + 3x² + 2x + 1 എന്ന ബഹുപദത്തെ x-1 എന്ന ബഹുപദം കൊണ്ട് ഹരിക്കുമ്പോൾ ശരിയായ പ്രസ്താവന ഏത്? മക്കളെ, 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഹരണഫലം 4x² + 7x - 9 ആണ്. ശിഷ്ടം 10 ആണ്. ചോദ്യം ഒരിക്കൽ കൂടി. P(x) എന്നത് 4x³ + 3x² + 2x + 1 എന്ന ബഹുപദത്തെ x-1 എന്ന ബഹുപദം കൊണ്ട് ഹരിക്കുമ്പോൾ ശരിയായ പ്രസ്താവന ഏത്? 2 പ്രസ്താവനയുണ്ട് മക്കളെ. അതിൽ ഒന്ന് ഹരണഫലമാണ്, മറ്റൊന്ന് ശിഷ്ടമാണ്. അതായത് ഹരണഫലവും ശിഷ്ടവും കണ്ടുപിടിക്കാൻ ഈ വലിയ പോളിനോമിയലിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോഴുള്ള ഹരണഫലവും ശിഷ്ടവും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ശരി, ഞാനും ചോദിച്ചോട്ടെ. നമ്മൾ കഴിഞ്ഞ സൂപ്പർ ഓവറിന്റെ 13ാമത്തെ എപ്പിസോഡിൽ ശിഷ്ടം കണ്ടുപിടിക്കാൻ പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓർമ്മ വന്നിട്ടുണ്ടാകും. എടാ, ഒരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയൽ കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാ. ശരിയാണോ? ശിഷ്ടം കണ്ടുപിടിക്കാൻ പഠിച്ചതാ. എങ്ങനെയാ ശിഷ്ടം കണ്ടുപിടിക്കാൻ പഠിച്ചേ? നമുക്ക് ഹരിക്കേണ്ട സംഖ്യ മക്കളെ ഹാരകം x-1. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു x-1 = 0 എന്നങ്ങ് വിളിക്കണം. എടാ, ഹാരകം x-1 = 0 എങ്കിൽ x = -1 അപ്പുറത്ത് പോകുമ്പം +1. അതായത് എക്സിന്റെ വില +1 കിട്ടും. എക്സിന്റെ വില +1 കിട്ടും. ശരിയാണോ? എക്സിന്റെ വില +1 കിട്ടും. ശരി, നമുക്ക് എക്സിന്റെ വില ആ P(1) കൊണ്ട് കൊടുക്കാം, എക്സിൽ കൊണ്ട് കൊടുക്കാം. അപ്പൊ P(1) ചെയ്താൽ മതി. P(1) എന്ന് പറയുമ്പം 4 × x-ന് പകരം 1^³ + 3 × x-ന് പകരം 1^² + 2 × x-ന് പകരം 1 + ഒരു 1 കൂടെ നോക്കാം. നമുക്കറിയാം 1^³ 1. 1 × 4 എന്ന് പറഞ്ഞാൽ 4. അടുത്ത് 1^² 1. 1 × 3 എന്ന് പറഞ്ഞാൽ 3. അടുത്ത 1 × 2 എന്ന് പറഞ്ഞാൽ 2 + ഒരു 1 കൂടെ. 4 × 3 7, 7 × 2 9, 9 × 1 10. അതായത് P(1) വില 10 കിട്ടും. അതായത് 4x³ + 3x² + 2x + 1 എന്ന ബഹുപദത്തെ x-1 എന്ന ബഹുപദം കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 10 ആണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാ. എടാ, നമ്മൾ ചെയ്ത പരിപാടി എന്തുവാ? ഹാരകം അഥവാ ഈ തന്നിരിക്കുന്ന x-1 = 0 എന്ന് വിളിക്കും. എങ്കിൽ അവിടുന്ന് എക്സിന്റെ മാത്രം വില കണ്ടുപിടിക്കാൻ -1 അപ്പുറത്ത് കൊണ്ടുപോകണം. +1 ആയിരുന്നെങ്കിൽ +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആകും. -1 ആണ്ട് അപ്പുറത്ത് പോയപ്പോൾ +1 ആയി. അപ്പൊ എക്സിന്റെ വില സുഹൃത്തുക്കളെ 1 കിട്ടി. എടാ, എക്സിന്റെ വില 1 കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ പോളിനോമിയലിനകത്തിൽ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. നമുക്ക് അവസാനം കിട്ടും 10. ഇതാണ് നമ്മുടെ ശിഷ്ടം. അപ്പൊ മനസ്സിലായി, ഈ P(x) x-1 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 10 ആണെന്ന്. P(x) x-1 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 10 ആണെന്ന് മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിവെക്കാം, ശിഷ്ടം 10 ആണെന്ന്. പക്ഷെ മക്കളെ, നമുക്ക് ശിഷ്ടം മാത്രം മതിയോ? പോരാ. നമുക്ക് ശിഷ്ടം മാത്രം പോരാ. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുവാ?
ഹരണഫലം ദാ ഇന്നതാണെന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എടാ ശിഷ്ടം മാത്രമേ PSC ചോദിക്കുന്നുള്ളെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാർഗം ചെയ്താൽ മതി. ശിഷ്ടമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ മാർഗം ചെയ്താൽ മതി. എന്നാൽ ഹരണഫലം വേണമെങ്കിൽ മക്കളെ നമുക്ക് ഹരിച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെ ഹരിച്ച് കണ്ടുപിടിക്കാം എന്ന് ദാ എന്നോടൊപ്പം ഒന്ന് കൂടിക്കൂ. ദാ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: 4x³ പ്ലസ് 3x², ഓക്കെ, പ്ലസ് 2x പ്ലസ് 1 പ്ലസ് 2x പ്ലസ് 1 എന്ന ബഹുപദത്തെ x-1 കൊണ്ടാണ് ഹരിക്കേണ്ടത്. മക്കളെ ഇതിനെ ഞാൻ x-1 കൊണ്ട് ഹരിക്കാൻ പോവാ. x-1 കൊണ്ട് ഹരിക്കാൻ പോവാ. ശരി, നമുക്കറിയാം സാധാരണ ഹരിക്കുന്നത് പോലെ നമ്മളിങ്ങനെ x-1 എന്നിവിടെ കൊണ്ടെഴുതും, x-1 എന്നെഴുതും. നമുക്ക് ഇങ്ങനെ ഹരിച്ച് ഹരണഫലവും കണ്ടുപിടിക്കാം, ശിഷ്ടവും കണ്ടുപിടിക്കാം. ഹരണഫലവും കിട്ടും, ശിഷ്ടവും കിട്ടും. നമ്മൾ സാധാരണ രണ്ട് എണ്ണൽ സംഖ്യകൾ ഹരിക്കുന്ന പോലെ തന്നെയുള്ളൂ. അപ്പൊ ഞാൻ എഴുതി വെച്ച് ഇന്നതിനെ ഇന്നത് കൊണ്ടാണ് ഹരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ മക്കളെ. ആദ്യം ഈ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 4x³ ആകും എന്ന് പറയണം. ഈ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 4x³ ആകും എന്ന് പറയണം. അതിനൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി 4x³ x കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്കറിയാം 4x³ എന്ന് പറഞ്ഞാൽ 4 ഗുണം x ഗുണം x ഗുണം x ഡിവൈഡഡ് ബൈ x. താഴത്തെ ഒരു എക്സും മുകളിലത്തെ ഒരു എക്സും വെട്ടിപ്പോകും, പിന്നെ 4x². ശരിയാണോ? അപ്പൊ മനസ്സിലായി, 4x³ x 4x² വെട്ടം വേണ്ട. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, എടാ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 4x³ കിട്ടും? എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 4x³ കിട്ടും? 4x² കൊണ്ട്. അത് ഞാൻ ഇവിടെ എഴുതി. ഇനി അഥവാ ഇത് കണ്ടുപിടിക്കാൻ പാടുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, നിങ്ങൾ 4x³ x കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പൊ 4x³ എന്ന് പറഞ്ഞാൽ 4 ഗുണം x ഗുണം x ഗുണം x എന്ന് എഴുതാം. അതിനേതാ ഒരു x കൊണ്ട് ഹരിക്കുമ്പം ഒരു എക്സും വെട്ടിക്കളയാം. 4 × x × x 4x² എന്ന് വരും. ശരിയാണോ? അപ്പൊ 4x³ x എത്ര വെട്ടം? 4x² വെട്ടം. ശരിയല്ലയോ? ഓക്കെ, അപ്പം അങ്ങോട്ട് എഴുതി 4x². അടുത്ത സ്റ്റെപ്പ് ഇതേ ഉള്ളൂ മക്കളെ. ഈ 4x² കൊണ്ട് ഇവനെയും ഗുണിക്കണം, ഈ 4x² കൊണ്ട് ഇവനെയും ഗുണിക്കണം. അപ്പൊ എങ്ങനെ എഴുതും? 4x² × x. ഇവിടെ എഴുതുക 4x³. അടുത്തത് 4x² × -1. 4x² × -1 എന്ന് പറഞ്ഞാൽ -4x². ഓക്കെ ആണോ? എടാ ഇവിടെ വരുന്ന സംഖ്യ കൊണ്ട് ഇവനെയും ഗുണിക്കണം, ഇവനെയും ഗുണിക്കണം. എപ്പോഴും അങ്ങനെ ആയിരിക്കണം. മുകളിൽ നമ്മൾ ആരെ എഴുതിയാലും രണ്ടിടത്തും ഗുണിച്ചെഴുതണം. ഓക്കെ, ശരി. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കുറയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ താഴെ കിടക്കുന്ന ഇവന്മാരുടെ എല്ലാവരുടെയും ചിഹ്നങ്ങൾ നേരെ വിപരീതമാകും. താഴെ കിടക്കുന്ന ഇവന്മാരുടെ ചിഹ്നങ്ങൾ വിപരീതമാകും. അതെങ്ങനെയാടാ വിപരീതമാകുന്നതല്ലയോ? ഞാൻ പറഞ്ഞുതരാം. അതായത് മക്കളെ, യഥാർത്ഥത്തിൽ ഇത് 4x³ പ്ലസ് 3x² പ്ലസ് 2x പ്ലസ് 1 എന്നാണ്. ഇതിൽ നിന്നും നമുക്ക് കുറയ്ക്കേണ്ടത് ആരെയാ? മൊത്തത്തിൽ 4x³ മൈനസ് 4x² കുറയ്ക്കേണ്ടത്. അപ്പൊ അവന്മാരെ നമ്മളൊരു ബ്രാക്കറ്റിനകത്തിൽ എഴുതുന്നേ. എടാ ഈ വലുതിൽ നിന്നും ഈ ചെറിയവന്മാരെ കുറയ്ക്കേണ്ടത്. അപ്പൊ കുറയ്ക്കുമ്പോൾ നമ്മൾ ചിഹ്നം എന്താ ഇവിടെ കൊടുത്ത് -1. എന്നിട്ട് കുറയ്ക്കേണ്ടവന്മാരെ മൊത്തത്തിൽ ഒരു ബ്രാക്കറ്റ് കൊടുത്ത്. നമുക്കറിയാം ബ്രാക്കറ്റിന് വെളിയിൽ മൈനസ് വന്നാൽ ഇതിനെ അകത്തോട്ട് കയറ്റി ഇവിടെയും ഗുണിക്കും. അങ്ങനെ വരുമ്പം മക്കളെ ഈ മൈനസ് അകത്തോട്ട് ഗുണിക്കുമ്പം -4x³ എന്നും വരും. ഈ മൈനസ് ഇവിടെ ഗുണിക്കുമ്പം മൈനസും പ്ലസ് 4x² എന്നും വരും. ശരിയാണോ? അങ്ങനെ ഇവന്മാരുടെ ചിഹ്നം മാറും. നിങ്ങളിതാ ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും ഇങ്ങനെ വരുമ്പം താഴെ കിടക്കുന്നവന്മാരുടെ ചിഹ്നം വിപരീതമായിരിക്കും. പ്ലസ് കണ്ടാൽ അത് മൈനസ് കണ്ടാൽ അത് പ്ലസ്. ഓക്കെ ആണോ? ശരി, 4x³ മൈനസ് 4x³. മക്കളെ 4x³ മൈനസ് 4x³ നമുക്കറിയാം 0. ഇടത്തെ അറ്റം 0 വരും. എപ്പോഴും ഇടത്തെ അറ്റം 0 വന്നിട്ടാണ് നമുക്ക് ശിഷ്ടം കിട്ടുന്നത്. ശരി, അടുത്തത് പ്ലസ് 3x². മക്കളെ ഇവന്റെ ചിഹ്നവും പ്ലസ് ആകും. ഞാനത് ബ്രാക്കറ്റ് കൊടുക്കുക. പ്ലസ് 3x² പ്ലസ് 4x². നമുക്കറിയാം പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് 7x² എന്ന് വരും. ശേഷം ബാക്കിയുള്ളവന്മാരെ താത്തെഴുതി പ്ലസ് 2x പ്ലസ് 1. ഓക്കെ, വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ
അടുത്ത ഈ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇവനെ കിട്ടും നോക്കണം. മക്കളെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 7x² ആകും? എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 7x² ആകും? എടാ എക്സിനെ പ്ലസ് എക്സിനെ പ്ലസ് 7x² ആക്കാൻ പ്ലസ് 7x കൊണ്ട് ഗുണിക്കണം. ശരിയാണോ? എന്തേലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി ഹരിച്ചു നോക്കിക്കോ. 7x² എക്സ് കൊണ്ട് ഹരിച്ചു നോക്കിക്കോ. അപ്പൊ 7 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്നാണ് വരുന്നത്. അതിനെ ഒരു എക്സ് കൊണ്ട് ഹരിക്കുമ്പം മക്കളെ എക്സ് എന്ന് വരും, 7x എന്ന് വരും. ശരിയാണോ? അപ്പൊ മനസ്സിലായി. 7x² ആക്കാൻ എക്സിനെ 7x² ആക്കാൻ 7x² ആക്കാൻ 7x കൊണ്ട് ഗുണിക്കണം. അപ്പൊ 7x ഇനി നമ്മളിതാ ഇവിടെ എഴുതിയവന്മാരെ കൊണ്ട് ഇവനെയും ഗുണിച്ചെഴുതും. 7x ഇൻറ്റു എക്സ് നമുക്കറിയാം 7x². അടുത്ത 7x ഇൻറ്റു -1 -7x ശേഷം നമ്മൾ വീണ്ടും വരച്ചു. നമുക്കറിയാം ഈ താഴെ കിടക്കുന്ന ഇവന്മാരുടെ മൊത്തത്തിൽ ചിഹ്നം വിപരീതമാകും. ഇവിടെ പ്ലസ് 7x² എന്ന് കിടന്നാൽ അത് -7x² ആണ്. ഇവിടെ -7x എന്ന് കിടന്നാൽ അത് പ്ലസ് 7x ആകും. കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന്. നിങ്ങൾ എപ്പോഴും ഇടത്തെ അറ്റം മക്കളെ 0 വരുത്തുള്ളൂ. ഇടത്തെ അറ്റം 0 വന്നിട്ടാണ് നമുക്ക് അവസാനം ശിഷ്ടം കിട്ടുന്നത്. ഓരോ ടൈമുകളെ കളയുക എന്ന് പറഞ്ഞാൽ 0 വരുന്ന രീതിയിൽ കളയുക. ശരി, ഇനി ഇത് പ്ലസ് ആണ്. ശരിയാ, ഇത് പ്ലസ്സാ. പ്ലസ് 2x പ്ലസ് 7x. നമുക്കറിയാം പ്ലസ് 2 പ്ലസ് 7 പ്ലസ് 9 9x പ്ലസ് 1 എന്ന് വരും. ഓക്കെ, വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 9x ആകും നോക്കണം. എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 9x ആകും എന്ന് നോക്കണം. നമുക്കറിയാം എക്സിനെ 9 കൊണ്ട് ഗുണിച്ചാൽ പ്ലസ് എക്സിനെ പ്ലസ് 9x ആക്കാൻ പ്ലസ് എക്സിനെ പ്ലസ് 9x ആക്കാൻ പ്ലസ് 9 കൊണ്ട് ഗുണിക്കണം. ശരി, പ്ലസ് 9 ഇൻറ്റു എക്സ്. ഇനി ഇവിടെ എഴുതിയവനെ ഇവിടെയോട്ട് ഗുണിക്കണം. പ്ലസ് 9 ഇൻറ്റു എക്സ് പ്ലസ് 9x. ഓക്കെ, പ്ലസ് 9 ഇൻറ്റു -1 -9. ഓക്കെ, നമുക്കറിയാം 9x -9x എന്ന് പറഞ്ഞാൽ 0 വരും. പ്ലസ് 1 ദാ ഇവിടെ പ്ലസ് 9 ആയിട്ട് മാറും. കാരണം ഞാൻ പറഞ്ഞല്ലോ പ്ലസ് 1 പ്ലസ് 9 10 വരും. പ്ലസ് 1 പ്ലസ് 9 10 വരും. ഇനി മറ്റൊന്നുമില്ല, ഇനി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടം കൊണ്ട് നിർത്താം. ഇതാണ് നമ്മുടെ ഹരണഫലം, ഇതാണ് നമ്മുടെ ശിഷ്ടം. ഇതാണ് മക്കളെ നമ്മുടെ ഹരണഫലം, ഇതാണ് നമ്മുടെ ശിഷ്ടം. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. ഒരുപക്ഷെ നമ്മൾ ഈ രണ്ട് റെയിൽവേ പാളങ്ങൾക്കിടയിൽ നമ്മൾ നിൽക്കുമ്പം രണ്ട് സൈഡിൽ നിന്നും ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ഫീൽ പോലെ തോന്നിക്കാണും. ആ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ആശ്വാസം പോലെ, അതുപോലെ തോന്നിയിട്ടുണ്ടായിരിക്കും. ശരി, ഞാൻ ഒന്നുകൂടെ പറയാം. എൻ്റെ കൂടെ പിടിച്ച് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് കേട്ടിരുന്നേ. വളരെ സിമ്പിളായ സാധനമാണ്. ചോദ്യം x-1 കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലവും നമുക്ക് കണ്ടുപിടിക്കണം, ശിഷ്ടവും കണ്ടുപിടിക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കിടക്കുന്ന എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ആദ്യത്തെ ഈ 4x³ ആകും എന്ന് നോക്കണം. നമുക്കറിയാം എക്സിനോട് 4x³ ആകാൻ 4x² ഗുണിക്കണം. എക്സിനോട് 4x² ഗുണിച്ചാലേ 4x³ ആകത്തുള്ളൂ. എക്സിനോട് 4x² ഗുണിച്ചാലേ 4x³ ആകത്തുള്ളൂ. ഓക്കെ ആണോ? അടുത്തത് ഈ എഴുതിയ 4x² കൊണ്ട് ഇവനെയും ഗുണിക്കണം, ഇവനെയും ഗുണിക്കണം. ശരി, നിങ്ങൾ നോക്ക്. 4x² ഇൻറ്റു എക്സ് നമുക്കറിയാം 4x³. 4x² ഇൻറ്റു -1 -4x². ഓക്കെ ആണോ? ശരി, വരച്ച് ഇനി കണ്ണും പൂട്ടി നിങ്ങൾ പഠിച്ചു വെച്ചേരെ, ഓർത്തു വെച്ചേരെ. ഇടത്തെ അറ്റം എപ്പോഴും 0 വരത്തുള്ളൂ. ഓരോ പദങ്ങളും കളഞ്ഞാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഇടത്തെ അറ്റം 0 വരും. ഇനി ഇവിടെ +3 മക്കളെ, ഇവിടെയും ചിഹ്നം വിപരീതമാക്കി ഞാൻ മുകളിലോട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുക. നമ്മുടെ പുതിയ ചിഹ്നം +3 +4 +4 നമുക്കറിയാം +7. അപ്പം ബാക്കി x² അതങ്ങെഴുതി +7x². ബാക്കിയുള്ളവന്മാരെ ഞാൻ താത്തെഴുതുക. +2x +1. നമ്മൾ ഇവിടെ ചെയ്ത അതേ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കുന്നു. എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 7x² ആകും എന്ന് നോക്കണം. 7x². എക്സിനെ 7x² ആക്കാൻ, അതായത് ഇവിടെ +x ഇവിടെയും +7x². അതുകൊണ്ട് +7x ഗുണിച്ചാൽ മതി. +7x ഇൻറ്റു എക്സ് +7x².
പ്ലസ് 7x ഇൻറ്റു അടുത്ത -1. എടാ 7x ഇവനെയും ഗുണിക്കണം 7x ഇവനെയും ഗുണിക്കണം. അപ്പം പ്ലസ് 7x ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -7x എന്ന് വരും. ഓക്കെ, ശരി. വീണ്ടും നമ്മൾ താഴെ വരച്ചു. ഇടത്തെ അറ്റം സുഹൃത്തുക്കളെ എന്തായാലും 0 വരത്തുള്ളൂ. ഇനി നമുക്ക് ഇവന്റെ ചിഹ്നം മാറ്റി കൊടുക്കാം. പ്ലസ് 2ഉം പ്ലസ് 7ഉം പ്ലസ് 9. പിന്നെ ബാക്കിയുള്ളവരെ ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി. പ്ലസ് 9x പ്ലസ് 1. അടുത്ത സ്റ്റെപ്പ്, എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 9x ആകും നോക്കണം. എടാ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 9x ആകും? നമുക്കറിയാം പ്ലസ് എക്സിനെ പ്ലസ് 9x ആക്കാൻ പ്ലസ് 9 കൊണ്ട് ഗുണിക്കണം. പ്ലസ് 9 കൊണ്ട് ഗുണിക്കണം. പ്ലസ് 9 ഇൻറ്റു എക്സ് പ്ലസ് 9x. ഓക്കെ, പ്ലസ് 9x പ്ലസ് 9 ഇൻറ്റു -1 -9. ഓക്കെ, ശരി. ഇടത്തെ അറ്റം സുഹൃത്തുക്കളെ 0 വരും. പ്ലസ് 9ന്റെ ചിഹ്നം -9ന്റെ ചിഹ്നം പ്ലസ് 9 ആകും. പ്ലസ് 1 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 10 വരും. അതായത് നമ്മുടെ ഹരണഫലം കിട്ടും 4x² പ്ലസ് 7x പ്ലസ് 9. 4x² പ്ലസ് 7x പ്ലസ് 9. ഇതാണ് നമുക്ക് കിട്ടിയ ഹരണഫലം. നമുക്ക് കിട്ടിയ ശിഷ്ടം 10 ആണ്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. നമ്മളോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഹരണഫലം 4x² പ്ലസ് 7x -9 എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല. മനസ്സിലായി? എടാ ഒരു ചിഹ്നത്തിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. കണ്ടോ, ഒരു ചിഹ്നത്തിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. എടാ ഹരണഫലം തെറ്റാ, ശിഷ്ടം 10 ശരിയാ. നമുക്ക് പറയാം ഒന്നാമത്തെ പ്രസ്താവന തെറ്റ്, 2 ശരി. 1 തെറ്റ്, 2 ശരി. മനസ്സിലായോ? എന്നാൽ ശിഷ്ടം മാത്രമേ ചോദിക്കുന്നുള്ളെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്തതുപോലെ ഇങ്ങനെ നിങ്ങൾ ഹരിക്കണമെന്നില്ല മക്കളെ. ഇങ്ങനെ ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 10 കിട്ടും. ശിഷ്ടം കിട്ടാൻ ഞാൻ നല്ല മാർഗം, എളുപ്പമാർഗം വേറെ പറഞ്ഞതിനുണ്ടേ, നേരത്തെ ചെയ്ത് കാണിച്ചേ. മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. അപ്പം ഫസ്റ്റ് ബോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഏകദേശം പാടായിരിക്കും. ശരി, ഇത് ഒന്ന് പൗസ് ചെയ്ത് നിർത്തിയിട്ട് എന്നോടൊപ്പം ഒന്ന് ചെയ്ത് നോക്കി മക്കളെ. 3x⁴ പ്ലസ് 5x³ പ്ലസ് 2x² പ്ലസ് x -2 എന്ന ബഹുപദത്തെ x പ്ലസ് 1 കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലം എത്ര എന്നാ വേണ്ടത്. ശരി, ഞാൻ പോളിനോമിയൽ കൊണ്ട് എഴുതാം. 3x⁴ പ്ലസ് 5x³ പ്ലസ് 2x² പ്ലസ് x -2 എന്ന ബഹുപദത്തെ നമുക്ക് എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത് നോക്ക്. ഹരിക്കേണ്ടത് x പ്ലസ് 1 കൊണ്ടാണ്. ശരി, ഇതുകൊണ്ട് ഹരിക്കാൻ നമ്മൾ പറഞ്ഞ മാർഗം എന്തുവാ? നമുക്ക് ഹരണഫല വേണ്ടേ, ശിഷ്ടമാണ് വേണ്ടതെങ്കിൽ എളുപ്പമാർഗം ഞാൻ പറഞ്ഞതിനുണ്ട്. ശരി, നിങ്ങൾ നോക്കി, ഇതൊരു 4ാം കൃതി പോളിനോമിയലാണ്. നമ്മൾ ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരുന്നു ഇത് എത്രാം കൃതിയാണെന്നൊക്കെ തിരിച്ചറിയുന്ന മാർഗം. ഇതൊരു 4ാം കൃതി പോളിനോമിയൽ ആണെങ്കിൽ 4ാം കൃതിക്ക് ശേഷം ഒരു 3ാം കൃതി പദം ഉണ്ടായിരിക്കണം. അതിനുശേഷം ഒരു 2ാം കൃതി പദം ഉണ്ടായിരിക്കണം. അതിനുശേഷം ഒരു 1ാം കൃതി പദം ഉണ്ടായിരിക്കണം. അതിനുശേഷം ഒരു എണ്ണൽ സംഖ്യ ഉണ്ടായിരിക്കണം. മക്കളെ 4ാം കൃതിയാണെങ്കിൽ 3ാം കൃതി കാണണം, 2ാം കൃതി കാണണം, 1ാം കൃതി കാണണം, പിന്നെ ഒരു എണ്ണൽ സംഖ്യ ഉണ്ടായിരിക്കണം. ഇനി ഒരു 3ാം കൃതി പോളിനോമിയൽ 3rd ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അതിനുശേഷം 2nd ഡിഗ്രി കാണണം, 1st ഡിഗ്രി കാണണം, പിന്നെ ഒരു നാച്ചുറൽ നമ്പറും കാണണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എക്സിനെ 3x⁴ ആക്കാൻ മക്കളെ, എക്സിനെ 3x⁴ ആക്കാൻ നമുക്കറിയാം 3x³ കൊണ്ട് ഗുണിച്ചാൽ മതി. 3x³ ശരിയാണോ? എക്സിനെ 3x³ കൊണ്ട് ഗുണിച്ചാൽ 3x⁴ വരും. ഇനി ഇവനേതാ ഇവിടെയും ഇവിടെയും ഗുണിക്കണം. നമുക്കറിയാം 3x³ ഇൻറ്റു x എന്ന് പറഞ്ഞാൽ 3x⁴. 3x⁴. അടുത്ത 3x³ ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് 3x³ പ്ലസ് 3x³ ശരിയാണോ? നമ്മൾ അടി വരച്ച് നമുക്കറിയാം ഇവന്മാരുടെ ചിഹ്നം വിപരീതമാകും. ഇടത്തെ അറ്റത്ത് എപ്പോഴും 0 വരത്തുള്ളൂ. ഇവിടെ നിങ്ങൾ പ്ലസ് മാറ്റി ഞാൻ ചെറുതായിട്ട് മൈനസ് എന്ന് ബ്രാക്കറ്റ് മേളിൽ എഴുതി. 5x അല്ലെങ്കിൽ 5 - 3 മക്കളെ, 5 - 3 2 അപ്പൊ 2x³ എഴുതി പ്ലസ് 2x² പ്ലസ് x -2. ഓക്കെ, ഇനി വീണ്ടും പഴയ പോലെ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 2x³ ആകും? എടാ പ്ലസ് എക്സിനെ പ്ലസ് 2x³ ആക്കാൻ പ്ലസ് 2x² കൊണ്ട് ഗുണിക്കണം. പ്ലസ് 2x² കൊണ്ട് ഗുണിക്കണം. അപ്പൊ അതാ പ്ലസ് 2x² x എന്ന് പറഞ്ഞാൽ 2x³ ആണ്. അപ്പൊ നമുക്ക് ഇവിടെയും ഇവിടെയും ഗുണിക്കാം. പറ,
2x³ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x² ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x³ ഓക്കെ 2x³ 2x² ഇൻറ്റു പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പ്ലസ് 2x². ഓക്കെ, ശേഷം നമ്മളിതാ താഴെ വരച്ചു. ഇടത്തെ അറ്റം 0 വരും മക്കളെ. ഇത് പ്ലസ് ആണ്. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ആയിട്ട് മാറും ആണോ? പ്ലസ് 2x² മൈനസ് 2x² 0 എന്ന് വരും. പിന്നുള്ളത് ഒരു എക്സും ആണ് മൈനസ് ഒരു 2 ആണ്. പിന്നുള്ളത് ഒരു പ്ലസ് എക്സും മൈനസ് 2 ആണ്. ശരി, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഈ എക്സ് ആവും നോക്കണം. എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ആ എക്സ് ആവും നോക്കണം. നോക്കാം. എക്സിനെ ഈ എക്സ് ആക്കാൻ നമുക്കറിയാം പ്ലസ് ഒരു 1 കൊണ്ട് ഗുണിച്ചാൽ മതി. 1 കൊണ്ട് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഒരു എക്സ് പ്ലസ് ഒരു എക്സ് പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 അല്ലേ? പ്ലസ് 1 വരച്ച് ഇവിടെ 0 വരും. പ്ലസ് 1ന്റെ സൈൻ മാറും. പ്ലസ് 1ന്റെ സൈൻ മാറും. മൈനസ് 1 വരും. മൈനസ് 2 മൈനസ് 1 നമുക്കറിയാം മൈനസ് 3 എന്ന് വരും. മൈനസ് 3. അതായത് ഈ ഒരു പോളിനോമിയലിനെ എക്സ് പ്ലസ് 1 കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലം 3x³ പ്ലസ് 2x² പ്ലസ് 1 എന്ന് കിട്ടും. ഇനി ശിഷ്ടം മൈനസ് 3 എന്നും കിട്ടും. ഇതിനെ ഇന്നത് കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലം, ഇന്നതിനെ ഹരിച്ചാലുള്ള ഹരണഫലം 3x³ പ്ലസ് 2x² പ്ലസ് 1, ശിഷ്ടം മൈനസ് 3. നമ്മുടെ ചോദ്യം ഹരണഫലമാണ്, അതുകൊണ്ട് ഇതെന്ന് പറയാം. 3x³ പ്ലസ് 2x² പ്ലസ് 1 അതാണ് നമ്മുടെ ഹരണഫലം. ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2x² പ്ലസ് 3x പ്ലസ് 1 എന്ന ബഹുപദത്തെ എക്സ് പ്ലസ് 2 എന്ന ബഹുപദം കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലം എത്ര? ചോദ്യം ഇങ്ങനെ: 2x² പ്ലസ് 3x പ്ലസ് 1 എന്ന ബഹുപദത്തെ എക്സ് പ്ലസ് 2 എന്ന ബഹുപദം കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലം മതി. ശിഷ്ടം വേണ്ട. ശിഷ്ടമായിരുന്നെങ്കിൽ നമുക്കറിയാം ടക്കനെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാ? എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് അങ്ങോട്ട് എഴുതും. എങ്കിൽ എക്സിന്റെ വില പ്ലസ് 2 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 2 ആവും. എക്സ് ഈക്വൽ ടു മൈനസ് 2 എന്ന് വരും. ആ കിട്ടുന്ന മൈനസ് 2 ഈ നമ്മുടെ ജി ഓഫ് എക്സ് എന്ന പോളിനോമിയലിനകത്തിൽ എക്സിന് പകരം കൊണ്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ശരിയാണോ? ശരി, നമുക്ക് പക്ഷെ ഇവിടെ ഹരണഫലം വേണ്ടതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 2x² ആവും നോക്കും. നമുക്കറിയാം എക്സിനെ 2x² ആക്കാൻ 2x കൊണ്ട് ഗുണിക്കണം. എക്സിനെ 2x² ആക്കാൻ 2x കൊണ്ട് ഗുണിക്കണം. ശരി, ആ 2x അവിടെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ ഇവിടെയും ഗുണിക്കണം. 2x ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x². ഓക്കെ, 2x ഇൻറ്റു പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 2 2 4 പ്ലസ് 4x എന്ന് വരും. 4x. ഓക്കെ, കുറയ്ക്കുന്നു. ഇടത്തെ അറ്റം മക്കളെ എന്തായാലും 0 വരത്തുള്ളൂ. പ്ലസ് 3 ശേഷം നമുക്കറിയാം ഇവിടുത്തെ ചിഹ്നം മാറും. -4 പ്ലസ് 3 -4 നമുക്കറിയാം. പ്ലസ് 3 -4 എന്ന് പറഞ്ഞാൽ -1 -1x ശേഷം ബാക്കിയുള്ളവനെ താത്തെഴുതുന്നു. പ്ലസ് 1 ഒന്നുകൂടെ പ്ലസ് 3x ഇവിടെ -4x. പ്ലസ് 3 -4 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 1. വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പം -1x എന്ന് വരും. പിന്നെയുള്ളത് പ്ലസ് 1 താത്തു എഴുതി. അടുത്ത സ്റ്റെപ്പ് എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ -1x കിട്ടും എന്ന് എഴുതണം. എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ -1x കിട്ടും എന്ന് എഴുതണം. നമുക്കറിയാം -1 കൊണ്ട് ഗുണിച്ചാൽ മതി. -1 കൊണ്ട്. ശരിയാണോ? എക്സിനെ -1x ആക്കാൻ -1 കൊണ്ട് ഗുണിച്ചാൽ മതി. ശരി, ഇനി -1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ -1x. -1 ഇൻറ്റു പ്ലസ് 2 എന്ന് പറഞ്ഞാൽ -2. ഓക്കെ ആണോ? ഇടത്തെ അറ്റം മക്കളെ ഇവൻ പ്ലസ് ആയി പോവും. അപ്പൊ ഇടത്തെ അറ്റം 0 വരും. ഈ മൈനസ് പ്ലസ് ആയിട്ട് മാറും. അപ്പൊ +1 + 2 എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. അതായത് 2x² പ്ലസ് 3x പ്ലസ് 1 എന്ന ബഹുപദത്തെ എക്സ് പ്ലസ് 2 കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലം താണ്ടിത്. ശിഷ്ടം 3. ഹരണഫലം 2x - 1 ശിഷ്ടം 3. ഹരണഫലം 2x - 1 ശിഷ്ടം 3. ക്ലിയർ ആണോ? പറഞ്ഞിട്ട് മനസ്സിലായോ? ഓക്കെ ആയി കാണുന്ന കരുതട്ടെ. ശരി, അടുത്ത ബോള് നോക്ക്.
മക്കളെ ചോറ് ഇങ്ങനെ 3x³ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന ബഹുപദത്തെ എക്സ് മൈനസ് 2 എന്ന ബഹുപദം കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലം എത്ര? 3x³ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന ബഹുപദത്തെ എക്സ് മൈനസ് 2 കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലം മതി. ഹരണഫലം. ശരി, നിങ്ങൾ നമ്മുടെ ഈ തന്നിരിക്കുന്ന പി ഓഫ് എക്സിനെ വൃത്തിയായിട്ട് നോക്കി. 3x³ അതൊരു എത്രാം കൃതി പോളിനോമിയലാണ്? ഒരു 3-ാം കൃതി പോളിനോമിയലാണ്. ശരിയാണോ? അതൊരു 3-ാം കൃതി പോളിനോമിയലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? എടാ, ഒരു പോളിനോമിയലിനെ ഹരിക്കുമ്പം ഒരു 3-ാം കൃതിയാണെങ്കിൽ അതിനുശേഷം ഒരു 2-ാം കൃതി പദം വരണം, പിന്നെ ഒരു 1-ാം കൃതി പദം വരണം, പിന്നെ ഒരു എണ്ണൽ സംഖ്യയും വരണം. നിങ്ങളിവിടെ നോക്ക്, 3-ാം കൃതി പദമുണ്ട്, എന്നാൽ ഒരു സ്ക്വയറിന്റെ പദം അഥവാ ഒരു സെക്കൻഡ് ഡിഗ്രി ടൈം 2-ാം കൃതി പദം ഉണ്ടോ? ഇല്ല. ഒരു 2-ാം കൃതി പദമില്ല. ശേഷം 1-ാം കൃതി പദമുണ്ട്. എക്സ് എന്നത് 1-ാം കൃതി പദമാണ്. ശേഷം ഒരു എണ്ണൽ സംഖ്യയുണ്ട്. അപ്പൊ മനസ്സിലായി, എടാ ഇവിടെ 3-ാം കൃതി ഉണ്ട്, എന്നാൽ 2-ാം കൃതി ഇല്ല, 1-ാം കൃതി ഉണ്ട്, ശേഷം ഒരു എണ്ണൽ സംഖ്യയുണ്ട്. കുഴപ്പമില്ല. നമുക്ക് ഹരിക്കണമെങ്കിൽ, നമ്മളിപ്പം ചെയ്ത ഈ ഡിവിഷൻ മെത്തേഡിൽ ഹരിക്കണമെങ്കിൽ എല്ലാ പദങ്ങളും ഉണ്ടായിരിക്കണം. അപ്പം ഇല്ലാത്ത പദങ്ങളെ നമ്മൾ ചേർത്ത് കൊടുക്കണം. എങ്ങനെ ചേർത്ത് കൊടുക്കും എന്ന് ചോദിച്ചാൽ 0 ചേർത്ത് ആ ടേം അങ്ങ് എഴുതണം. അഥവാ ഏത് പദമാണോ ഇല്ലാത്തത്, ക്യൂബിന്റെ പദമാണ് ഇല്ലാത്തെങ്കിൽ 0x³, സ്ക്വയറിന്റെ പദമാണ് ഇല്ലാത്തതെങ്കിൽ 0x². ഇനി എന്താ എക്സിന്റെ പദമാണ് ഇല്ലാത്തതെങ്കിൽ 0x. ഓക്കെ, ഇനി എണ്ണൽ സംഖ്യയാണ് ഇല്ലാത്തതെങ്കിൽ 0 എന്ന് ചേർത്ത് കൊടുക്കണം. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ കുറച്ചുപേർ ചോദിക്കും, വെറുതെ x² എന്നും വെറുതെ x³ എന്നും ചേർത്ത് കൊടുത്താൽ പോരായെന്ന്. പോരാ മക്കളെ, വെറുതെ ഒരു x³ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു x³ എന്നാ. വെറുതെ ഒരു x² എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു x² എന്നാ. വെറുതെ ഒരു x എഴുതിയാൽ അതിന്റെ അർത്ഥം ഒരു x എന്നാ. അതുകൊണ്ട് അത് ഒരു x പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു x² പോലും ഇല്ല എന്ന് കാണിക്കാൻ 0x² എന്നെഴുതണം, 0x³ എന്നെഴുതണം, 0x എന്നെഴുതണം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ദാ ഈ ഒരു പോളിനോമിയലിനെ ഞാൻ മാറ്റി എഴുതുക ഇങ്ങനെ. മക്കളെ 3x³ സ്ക്വയറിന്റെ പദവില്ല, ഞാൻ എഴുതുക 0x² 0x² പ്ലസ് എക്സിന്റെ പദമുണ്ട് പ്ലസ് ഒരു 1 കൂടെ. ശരി, ഈ പോളിനോമിയലിനെ ഹരിക്കേണ്ടത് എക്സ് മൈനസ് 2 കൊണ്ടാണ്. എക്സ് മൈനസ് 2 കൊണ്ടാണ്. നമുക്ക് ചെയ്ത് നോക്കാം. എക്സിനെ 3x³ ആക്കാൻ നമുക്കറിയാം മക്കളെ, 3x² കൊണ്ട് ഗുണിക്കണം. 3x². ശരി, 3x² ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 3x³. 3x³. ഓക്കെ, 3x³. അടുത്ത 3x² ഇൻറ്റു -2 -6x². -6x² എന്ന് വരും. 3 × 2 6 -6x² എന്ന് വരും. അടി വരച്ച് ഇടത്തെ അറ്റം 0. നമുക്കറിയാം ഇവന്റെ ചിഹ്നം വിപരീതമാകും. അപ്പം +0 +6 0 +6 0 +6 എന്ന് പറഞ്ഞ 6 എന്ന് വരും. 6x² പ്ലസ് എക്സ് പ്ലസ് 1 താത്തെഴുതി, ബാക്കി എല്ലാവരും താത്തം എഴുതി. അടുത്ത എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മക്കളെ 6x² ആകും എന്ന് നോക്കും. എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 6x² ആകും എന്ന് നോക്കിയാൽ മനസ്സിലായി. പ്ലസ് എക്സിനെ +6x² ആക്കാൻ +6x കൊണ്ട് ഗുണിച്ചാൽ മതി, +6x കൊണ്ട് ഗുണിച്ചാൽ മതി. എക്സിനെ 6x കൊണ്ട് ഗുണിച്ചാൽ 6x² കിട്ടും. ശരി, അപ്പൊ 6x ഇൻറ്റു എക്സ് 6x² എന്ന് വരും. 6x ഇൻറ്റു -2 -12x എന്ന് വരും. ഓക്കെ, ശരി, വീണ്ടും വരച്ച് ഇടത്തെ അറ്റം 0. മക്കളെ ഈ ചിഹ്നം വിപരീതമാക്കി കൊടുക്കാം. ഓക്കെ, ഈ എക്സിന്റെ കൂടെ കിടക്കുന്ന 1, എക്സിന്റെ ഇപ്പുറത്ത് ആരും ഇല്ലെങ്കിൽ 1 ഉണ്ടെന്ന്. 1x പ്ലസ് 12x 1 + 12 1 + 12 മക്കളെ 13. 13x എന്ന് വരും. 13x പ്ലസ് ഒരു 1 കൂടെ, 13x പ്ലസ് 1 കൂടെ. അടുത്ത സ്റ്റെപ്പ്, എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 13x ആകും എന്ന് നോക്കണം. എടാ, എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 13x ആകും? +13 കൊണ്ട്. +13 കൊണ്ട് 13 ഇൻറ്റു എക്സ് 13x 13 ഇൻറ്റു എക്സ് 13x 13 ഇൻറ്റു -2 -26 അടി വരച്ച് ദാ ഇടത്തെ അറ്റം 0 വരും. മക്കളെ ഇവിടെ ദാ മൈനസ് ഞാൻ പ്ലസ് ആക്കി കൊടുക്കുക.
+1 + 26 +1 + 26 എന്ന് പറഞ്ഞാൽ +27 എന്ന് വരും. അതായത് ഈ ഒരു പോളിനോമിയലിനെ ഏതാ x-2 കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലം ഇതും കിട്ടും. ശിഷ്ടം മക്കളെ 27 എന്നും വരും. ഹരണഫലം ഇങ്ങനെയും വരും. ശിഷ്ടം 27 എന്നും വരും. മനസ്സിലായോ? 3x² + 6x + 13 3x² + 6x + 13 ഇതാണ് നമ്മുടെ ഹരണഫലം. 27 ആണ് നമ്മുടെ ശിഷ്ടം. ക്ലിയർ ആണോ? മനസ്സിലായോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് ശിഷ്ടം മാത്രം മതിയായിരുന്നെങ്കിൽ ഈ ഒരു മെത്തേഡിലോട്ട് വരണോ? വേണ്ട. എടാ, ശിഷ്ടം മാത്രം മതിയായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്തുവാ? x-2 = 0 എന്നെഴുതും. എങ്കിൽ x -2 അപ്പുറത്ത് പോകുമ്പോൾ +2 എന്നെഴുതും. എക്സിന്റെ വില 2 എന്ന് കിട്ടിയാൽ നമ്മളിതാ ഈ ഒരു പോളിനോമിയലിനകത്തിൽ അപ്പോൾ അങ്ങനെ ശിഷ്ടം കണ്ടുപിടിക്കേണ്ടി വരുമ്പം നിങ്ങൾ 0x² അഥവാ ഇല്ലാത്ത ടേമുകളെ ചേർക്കണമെന്നില്ല. ഇവന് മാത്രം വില കൊടുത്താൽ മതി. ഞാൻ ഒന്ന് കാണിച്ചു തരാം മക്കളെ. 3 × എക്സിന്റെ സ്ഥാനത്ത് 2 2ന്റെ സ്ക്വയർ പ്ലസ് വീണ്ടും എക്സിന്റെ സ്ഥാനത്ത് 2 പ്ലസ് ഒന്നുകൂടെ നമുക്കറിയാം 2ന്റെ സ്ക്വയർ 4 4 × 3 12 പ്ലസ് 3ന്റെ ക്യൂബ് ആയിരുന്നു. 2ന്റെ ക്യൂബ് 8 2ന്റെ ക്യൂബ് 8 എന്ന് വരും അല്ലേ? 3 × 2ന്റെ ക്യൂബാണ്. 3 × 2ന്റെ ക്യൂബ് പ്ലസ് 2 പ്ലസ് 1 2ന്റെ ക്യൂബ് 8 8 3 24 8 3 24 പ്ലസ് 2 പ്ലസ് 1 24 2 26 1 27 ശിഷ്ടം കിട്ടും 27. മക്കളെ, ശിഷ്ടം കിട്ടും 27. എടാ, ശിഷ്ടം കണ്ടുപിടിക്കാനാണെങ്കിൽ അതാണ് ടക്കനെ എന്നുള്ള പരിപാടി. എന്നാൽ ഹരണഫലം BS ചോദിച്ചാൽ ഇതേ ഉള്ളു നിർവാഹം, ഇതേ ഉള്ളു പരിപാടി. മനസ്സിലായോ? ഹരണഫലം ചോദിച്ചാൽ ഇതാണ് ഉത്തരം. ശിഷ്ടമാണെങ്കിൽ അങ്ങനെ മാത്രം ചെയ്താൽ മതി. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ ഇത് ചെയ്തിട്ട് ഈ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആ മെത്തേഡിൽ നിങ്ങൾക്ക് ശിഷ്ടം കണ്ടുപിടിക്കാം. അവിടെ കിട്ടുന്ന ശിഷ്ടവും ഇവിടെ കിട്ടിയ ശിഷ്ടവും സെയിം ആണെങ്കിൽ ഉറപ്പിച്ചോ ഹരണഫലം ശരിയായിരിക്കും. ഹരണഫലം ശരിയായിരിക്കും. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. Q of x = rx³ + 6 എന്ന ബഹുപദത്തെ x-1 എന്ന ബഹുപദം കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലം എത്ര? നിങ്ങൾ നോക്കി, ഈ ഒരു പോളിനോമിയലിന്റെ പ്രത്യേകത ഒരു 3rd ഡിഗ്രി പോളിനോമിയലാണ്, ഒരു 3ാം കൃതി പോളിനോമിയലാണ്, ഒരു 3ാം കൃതി ബഹുപദമാണ്. പക്ഷേ അതിനുശേഷം 2ാം കൃതി പദമില്ല, അതിനുശേഷം 1ാം കൃതി പദമില്ല, അതിനുശേഷം ഒരു എണ്ണൽ സംഖ്യയുണ്ട്. അത് കുഴപ്പമില്ല. അപ്പൊ 2 പദങ്ങൾ ഇവിടെ ഇല്ല. ആരൊക്കെയാ? 2nd ഡിഗ്രിയുടെയും ഒരു 1st ഡിഗ്രിയും ടേമുകൾ ഇവിടെ ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് ഹരിച്ച് ഹരണഫലം കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ആ ടേമുകൾ സെറ്റ് ചെയ്തിട്ടേ ഹരിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ശിഷ്ടം മാത്രം മതിയെങ്കിൽ മക്കളെ x-1 = 0 എങ്കിൽ x -1 അപ്പുറത്ത് പോകുമ്പോൾ +1. ആ +1ന്റെ വില ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി. അല്ല നിങ്ങൾ 0x² എന്നോ 0x എന്നോ ഒന്നും ചേർക്കണ്ട. ശിഷ്ടം മതിയെങ്കിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഉത്തരം കണ്ടുപിടിക്കാം. ശിഷ്ടം മതിയെങ്കിൽ. പക്ഷേ നമുക്ക് വേണ്ടത് ഹരണഫലമാണ്. എങ്കിൽ ഹരണഫലം ഒന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ഹരിച്ച് കണ്ടുപിടിക്കുക. rx³ സ്ക്വയറിന്റെ പദമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുക 0x². എക്സിന്റെ പദമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുക 0x. ഓക്കെ, പ്ലസ് എണ്ണൽ സംഖ്യയുടെ പദമുണ്ട് 6. അപ്പൊ ഇല്ലാത്ത പദങ്ങൾ ആരൊക്കെ മക്കളെ? x² പദം 0x² എന്ന് എഴുതി, എക്സിന്റെ പദം 0x എന്ന് എഴുതി. ഓക്കെ ആണോ? ശരി, ഇനി നമുക്ക് ഹരിക്കാം. എന്നിട്ടേ ഹരിക്കാവുള്ളേ. ഹരിക്കേണ്ടത് x-1 കൊണ്ടാ. x-1 കൊണ്ട് നിങ്ങൾ പറ, ഇവനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇവനെ കിട്ടും? എക്സിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ rx³ ആകും? നമുക്കറിയാം rx² കൊണ്ട് ഗുണിക്കണം. rx² കൊണ്ട്. ഇനി rx² × x നമുക്കറിയാം rx³ rx² × -1 -rx². അടി വരച്ച് ഇടത്തെ അറ്റം എന്തായാലും 0 വരത്തുള്ളൂ. -rx² ചിഹ്നം മക്കളെ വിപരീതമാകും, +rx² എന്നാകും. അപ്പം +0 +6 +0 +6 0 + 6 മനസ്സിലായി? 6 rx² + 0x + 6. ശരി, എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ rx² ആകും? മക്കളെ, എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ rx² ആകും?
നമുക്കറിയാം പ്ലസ് ആർ എക്സ് കൊണ്ട് ഗുണിക്കണം, പ്ലസ് ആർ എക്സ് കൊണ്ട് ഗുണിക്കണം, പ്ലസ് ആർ എക്സ് കൊണ്ട് ഗുണിക്കണം, പ്ലസ് ആർ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ആർ എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് ഇൻറ്റു -1 മൈനസ് ആർ എക്സ് അടി വരച്ച് ഇടത്തെ അറ്റം എന്തായാലും 0. മക്കളെ മൈനസ് എന്നുള്ളത് ഇവിടെ പ്ലസ് ആയിട്ട് മാറും. 0 പ്ലസ് 6 0 പ്ലസ് 6 0 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 6. അപ്പൊ ബാക്കി അങ്ങ് എഴുതുക ആർ എക്സ് പ്ലസ് 6 എന്നങ്ങ് എഴുതുക ആർ എക്സ് പ്ലസ് 6. ശരി, അടുത്ത സ്റ്റെപ്പ് എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ആർ എക്സ് ആകും? മകളെ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ആർ എക്സ് ആകും? എക്സിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ ആർ എക്സ് ആകും എന്ന് ചോദിച്ചാൽ പ്ലസ് 6. ഓക്കെ, ശരി നോക്കാം. 6 ഇൻറ്റു എക്സ് ആർ എക്സ് 6 ഇൻറ്റു -1 -6. ഓക്കെ, ശരി, ഇടത്തെ അറ്റം എന്തായാലും 0 വരും. മക്കളെ ഇവിടെ -6 എന്നുള്ളത് പ്ലസ് 6 ആയിട്ട് മാറും. ഓക്കെ ആണോ? -6 എന്നുള്ളത് പ്ലസ് 6 ആയിട്ട് മാറും. പ്ലസ് 6 പ്ലസ് 12 എന്ന് വരും. അതായത് നമ്മുടെ ഹരണഫലം കിട്ടും ആർ എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് 6. ആർ എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് 6 ശിഷ്ടം കിട്ടും 12 എന്ന്. മക്കളെ ഈ കണക്ക് ശരിയാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. എടാ ശിഷ്ടമാണ് പി എസ് സി ചോദിക്കുന്നതെങ്കിൽ ഇത്രയും വളഞ്ഞ മൂക്കെ പിടിക്കണ്ട, പകരം ഒറ്റയടിക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ എക്സ് മൈനസ് 1 സമം 0 എങ്കിൽ എക്സ് സമം +1. ശരി, എക്സിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പോളിനോമിയൽ ഇതാണ്. ഏതാ? ആർ എക്സ് ക്യൂബ് പ്ലസ് 6. ഇവിടെ കൊണ്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 6 ഇൻറ്റു 1ന്റെ ക്യൂബ് പ്ലസ് 6. 1ന്റെ ക്യൂബ് 1 1 ഇൻറ്റു 6 6 പ്ലസ് 6 6 6 12. ഇതാ ശിഷ്ടം. എളുപ്പമില്ലയോ? എടാ ശിഷ്ടം ഒറ്റയടിക്ക് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ കണക്ക് ശരി തന്നെയാ, ഈ കണക്ക് ശരി തന്നെയാ. ക്ലിയർ ആണോ? വ്യക്തമായി കാണുമെന്ന് കരുതട്ടെ. ഓക്കെ, എങ്കിൽ കഴിഞ്ഞ LDC പരീക്ഷയിൽ PSC ചോദിച്ച അത്യാവശ്യം നല്ലൊരു ചോദ്യത്തിലോട്ട് പോട്ടെ. പാഠപുസ്തകത്തിൽ ഇല്ലാത്ത, പാഠപുസ്തകത്തിൽ ചോദിക്കുന്ന മൊത്തം മക്കളെ ഇങ്ങനെ: എക്സ് -1 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം, എക്സ് +2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം, എക്സ് +1 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം, എക്സ് -2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം, എക്സ് -3 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം, എക്സ് +3 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എന്നാ ചോദിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ LDCയിൽ ഈ ചോദ്യം വ്യത്യസ്തമായാണ് ചോദിച്ചത്. അതിങ്ങനെയാണ്. കഴിഞ്ഞ LDC പരീക്ഷയുടെ ചോദ്യമോ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x² പ്ലസ് 4x -5 എന്ന ബഹുപദത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എഴുതുക. അതിൽ ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: പി ഓഫ് -1 സമം 7 ആണ്. ഈ ബഹുപദത്തെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ്. പ്രസ്താവനകൾ ഒരിക്കൽ കൂടി: പി ഓഫ് -1 ഈക്വൽ ടു 7 ആണ്. ഈ ബഹുപദത്തെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ്. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ് എന്നാ പറയുന്നത്. എടാ 2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടമാണ് കണ്ടുപിടിക്കുന്നത്. 2 കൊണ്ട് ഹരിച്ചാൽ, അല്ലാതെ എക്സ് -2 കൊണ്ട് ഹരിച്ചാലോ എക്സ് +2 കൊണ്ട് ഹരിച്ചാലോ എന്നൊന്നും പറയുന്നില്ല. വെറും 2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 1 ആണെന്നാ പറയുന്നത്. വെറും 2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 1 ആണെന്നാ പറയുന്നത്. ശരി, നമുക്ക് ആദ്യം ഈ ഒരു പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ പോളിനോമിയലിന്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത സാധനമാണിത്. പി ഓഫ് -1ന്റെ വില കണ്ടുപിടിക്കാം. അതിന് നമ്മുടെ ഈ തന്നിരിക്കുന്ന എന്തുവാ? പി ഓഫ് എക്സ്. പി ഓഫ് എക്സിന്റെ വില എന്താണെന്നാ 2x². ഇതാ നോക്കാം, 2x² പ്ലസ് 4x -5 എന്നാണ് നമ്മുടെ ഈ തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് -1ന്റെ വില കണ്ടുപിടിക്കാം. പി ഓഫ് -1ന്റെ വില കണ്ടുപിടിക്കാം. എക്സ് കിടക്കുന്ന എല്ലായിടത്തും -1 നേർത്ത് നോക്കിയാൽ മതി. 2 ഇൻറ്റു -1ന്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു -1 -5. ശരി, നോക്കാം. നമുക്കറിയാം -1ന്റെ സ്ക്വയർ എടുത്താൽ, മക്കളെ -1ന്റെ സ്ക്വയർ എടുത്താൽ +1 എന്ന് വരും. പ്ലസ് 1 ഇൻറ്റു 2 +2 എന്ന് വരും. -1ന്റെ സ്ക്വയർ +1, +1 ഇൻറ്റു 2 +2. അടുത്തത് 4 ഇൻറ്റു -1, നമുക്കറിയാം -4. ശേഷം ഒരു -5 കൂടെ. ശരി, നോക്കി,
2 - 4 നമുക്കറിയാം 2 - 4 എന്ന് പറഞ്ഞാൽ -2. -2 -5 ഒന്നുകൂടെ 2ൽ നിന്ന് 4 കുറച്ചാൽ -2 വരും. -2 വീണ്ടും -5 -2 -5 എന്ന് പറഞ്ഞാൽ മക്കളെ -7 അതായത് പി ഓഫ് -1ന്റെ വില നമുക്ക് കിട്ടുന്നത് -7 എന്നാണ്. എന്നാൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പി ഓഫ് -1ന്റെ വില 7 ആണെന്ന്. പി ഓഫ് -1ന്റെ വില 7 ആണെന്ന് ആണോ നോക്കി. പി ഓഫ് -1ന്റെ വില 7 ആണോ? അല്ല. പി ഓഫ് -1ന്റെ വില മക്കളെ -7. പി ഓഫ് -1ന്റെ വില -7. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഈ സാധനം ഇതെല്ലാവർക്കും അറിയാം. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാം. നമ്മൾ ചെയ്യുന്നത് എന്തുവാ? എടാ എക്സ് കിടക്കുന്ന എല്ലായിടത്തും -1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ കിട്ടുന്ന അവസാനത്തെ വില -7. മനസ്സിലായി? പി ഓഫ് -1ന്റെ വില -7 ആണ്. അവരുടെ പ്രസ്താവന ഒന്നാമത്തെ തെറ്റാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന കണ്ടുപിടിക്കാം. എന്താ ചോദ്യം? ഇങ്ങനെയാണ് 2x² + 4x - 5. എടാ 2x² + 4x - 5 എന്ന ബഹുപദത്തെ വെറും 2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര? എന്നാൽ നമ്മുടെ ചോദ്യം ഇങ്ങനെ ആയിരിക്കട്ടെ. എടാ എങ്കിൽ x - 2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേ? x - 2 = 0 എങ്കിൽ x = 2 എന്ന് എഴുതും. ശരിയാണോ? എടാ എക്സിന്റെ വില 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സിന്റെ വില ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അവസാനം എന്ത് കിട്ടുന്നോ അതായിരിക്കും x - 2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം. ഇനി അതുപോലെ ഈ ചോദ്യം, ഈ സംഖ്യയെ x + 2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ x + 2 = 0 എന്ന് എടുക്കും. എങ്കിൽ x = -2 എന്ന് എടുക്കും. ശരിയാണോ? എക്സിന്റെ വില -2 എന്ന് കിട്ടിയാൽ ആ -2 ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ശരിയല്ലയോ? ശരി. പക്ഷേ ഇവിടെ ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. നമ്മുടെ ചോദ്യം ഇവനെ വെറും 2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര എന്നാ ചോദിക്കുന്നത്. വെറും 2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 ഇവിടെ അങ്ങോട്ട് എഴുതും. ദാ ഇത് ചോദ്യകർത്താവിന്റെ സ്വന്തം ആശയമാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പോളിനോമിയൽ എന്ന ചാപ്റ്ററിനകത്തിൽ ഇങ്ങനൊരു ചോദ്യം ഇല്ല. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോ, പഠിച്ചോ. മക്കളെ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എടാ ഈ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 2x² ആകും? എടാ നേരത്തെ നമ്മളിവിടെ തൊട്ടിപ്പുറത്ത് x ഒക്കെ ഉണ്ടായിരുന്നു. എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 2x² ആകും എന്നാ നോക്കിയത്. ഇവിടെ ഇപ്പൊ x ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എടാ ഈ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 2x² ആകും? 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 2x² ആകും? പറ. നമുക്കറിയാം 2നെ 2x² ആക്കാൻ x² കൊണ്ട് ഗുണിച്ചാൽ മതി. എന്തേലും സംശയം ഉണ്ടെങ്കിൽ മാറ്റി നോക്ക്. 2x² x എത്ര വട്ടം 2 എത്ര വട്ടം തുടങ്ങുമെന്ന് അറിയാൻ 2 കൊണ്ട് ഹരിക്കണം. 2 2 വെട്ടിക്കളയാം. x² വട്ടം. അപ്പൊ 2x² 2 x² വട്ടം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ശരി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ x² കഴിഞ്ഞ വരെ കണക്കിനകത്തിൽ ഇപ്പുറത്തൊരു x ഉണ്ടായിരുന്നു, അതുമായിട്ട് ഗുണിച്ച് ഇവിടെ എഴുതും. പിന്നെ ഇതുമായിട്ട് ഗുണിച്ച് ഇപ്പുറത്ത് എഴുതും. ഇവിടെ ഇപ്പൊ അങ്ങനെ 2 വട്ടം ഗുണിക്കാനില്ലല്ലോ. ഇവനുമായിട്ട് ഗുണിച്ചാൽ മതി. എടാ x² × 2 എന്ന് പറഞ്ഞാൽ 2x². ഓക്കെ ആണോ? ദാ ഇനി ഇപ്പുറത്ത് ഗുണിക്കാൻ വേറെ ടൈം ഇല്ല. അപ്പൊ നമ്മൾ വീണ്ടും നേരത്തെ എഴുതിയ പോലെ വര വരച്ച് ഇവിടെ എന്തായാലും മക്കളെ 0 വരത്തുള്ളൂ. ഇവിടെ പിന്നെ കുറയ്ക്കാനൊന്നുമില്ലല്ലോ. കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ അവന്മാരുടെ ചിഹ്നമായിരുന്നു മാറുന്നേ. ഇവിടെ ഇപ്പൊ അവന്മാരും ഇല്ല, അതുകൊണ്ട് അവന്മാരുടെ ചിഹ്നം മാറത്തില്ല. മേളിൽ നിന്ന് ഇതാ ബാക്കിയുള്ളവന്മാരെ താത്തെഴുതുക. +4x - 5 മക്കളെ. +4x - 5. അടുത്ത സ്റ്റെപ്പ്, 2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 4x ആകും? നമുക്കറിയാം 2നെ 4x ആക്കാൻ +2x കൊണ്ട് ഗുണിക്കണം. ശരിയാണോ നോക്ക്. എടാ +2നെ +4x ആക്കാൻ +2x കൊണ്ട് ഗുണിക്കണം. ശരി, നോക്കാം. +2x × 2 2 × 2 4x എന്ന് വരും. വരച്ച് ഇടത്തെ അറ്റം 0. അടുത്ത -5നെ നമ്മൾ താത്തെഴുതി. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ഇതാണ് മക്കളെ. നിങ്ങൾ 2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 5 ആകും എന്ന് നമ്മൾ നോക്കണം. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ
എന്നാൽ നമുക്കറിയാം രണ്ടിനെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 5 ആക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ രണ്ടിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 5 ആക്കാം? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, എടാ 7നെ 2 കൊണ്ട് ഹരിക്കുമ്പം എന്തായാലും 7നകത്ത് 2 അടങ്ങത്തില്ല. അപ്പൊ 7ന് തൊട്ട് താഴെ 3 വട്ടം, 3 2 6, ശിഷ്ടം 1 അല്ലേ? ഇങ്ങനല്ലേ നമ്മൾ ചെയ്യുന്നേ? അതുപോലെ തന്നെ എന്തായാലും 5നകത്ത് 2 അടങ്ങത്തില്ല. എന്നാ പിന്നെന്തുവാ? തൊട്ട് താഴെ 5ന്റെ തൊട്ട് താഴെയുള്ള 2ന്റെ ഗുണിതം ആരാ? 4. എങ്കിൽ 4നകത്ത് എത്ര വട്ടം 2 അടങ്ങും നോക്കണം. അതിന് നിങ്ങൾ നോക്കണം, എടാ 2നെ 5 അല്ല ആക്കേണ്ടത്, -5 എന്നാ കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്തായാലും -5 എന്നത് 2ന്റെ ഗുണിതമല്ല. -5 എന്നത് 2ന്റെ ഗുണിതമല്ല. എങ്കിൽ ഇത് -5. പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ ഈ -5ന് തൊട്ട് താഴെ നിൽക്കുന്ന നമ്മുടെ 2ന്റെ ഗുണിതം ആരാ? -4. വെറും 4 അല്ല മക്കളെ, -4. എടാ 2നെ -5 ആക്കാൻ പറ്റത്തില്ല. എങ്കിൽ -5ന് തൊട്ട് താഴെയുള്ള 2ന്റെ ഗുണിതം -4. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ -4 ആകും? 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ -4 ആകും? നമുക്കറിയാം -2 കൊണ്ട്. അതിവിടെ അങ്ങോട്ട് എഴുതി. 2നെ -2 കൊണ്ട് ഗുണിച്ചാൽ -4 ആകും. ശരി, -2 × 2 മക്കളെ -4 എന്ന് വരും. -2 × 2 -4 എന്ന് വരും. നമുക്കറിയാം കുറയ്ക്കുമ്പം താഴെ കിടക്കുന്നതിന്റെ ചിഹ്നം വിപരീതമാകും. ശരിയാണോ? താഴെ കിടക്കുന്നതിന്റെ ചിഹ്നം വിപരീതമാകും. അപ്പം -5 + 4 എന്ന് വരും. -5 + 4 എന്ന് വരും. -5 + 4 എന്ന് പറഞ്ഞാൽ മക്കളെ -1. -5 + 4 എന്ന് പറഞ്ഞാൽ -1. ഇതാണ് നമ്മുടെ ശിഷ്ടം. അതായത് ഹരണഫലം x² + 2x -2 എന്ന് ലഭിക്കും. ശിഷ്ടം -1 എന്ന് ലഭിക്കും. ശിഷ്ടം -1 എന്നുമാണ് ലഭിക്കുന്നത്. എന്നാൽ അവര് പറഞ്ഞത് എങ്ങനാ? അവര് പറഞ്ഞ എന്തുവാ? എടാ ശിഷ്ടം 1 ആണെന്ന്. ഈ ബഹുപദത്തെ 2 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം വെറും 1 ആണെന്ന്. എന്നാൽ നമുക്ക് കിട്ടി, മനസ്സിലായി, അത് -1 ആണെന്ന്. നമുക്ക് കിട്ടി നമ്മുടെ ശിഷ്ടം -1 ആണെന്ന്. എങ്കിൽ അവർ പറഞ്ഞ രണ്ടാമത്തെ പ്രസ്താവന തെറ്റല്ലേ? രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റാണ്. എങ്കിൽ ഒന്നാമത്തെയും തെറ്റാണ്, രണ്ടാമത്തെയും തെറ്റാണ്. എങ്കിൽ രണ്ടും തെറ്റാണ്. 1ഉം 2ഉം തെറ്റാണ്. 1ഉം 2ഉം തെറ്റാണ് എന്ന് പറയുന്ന ഓപ്ഷൻ സിയിലോട്ട് നമ്മുടെ ഉത്തരം മാറിയിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം ഞാൻ വേഗത്തിൽ ഒന്നുകൂടെ പറയാം. എൻ്റെ കൂടെ നിന്നോണം, എൻ്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചോണം. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഒന്നുകൂടെ നിങ്ങൾ ആ വൃത്തിയായിട്ടൊന്ന് കണ്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ശരി, നമുക്ക് ചെയ്യേണ്ടത് 2x² + 4x -5നെ 2 കൊണ്ടാണ് ഹരിക്കേണ്ടത്. വെറും 2 കൊണ്ട്. നമുക്കറിയാം വെറും 2 കൊണ്ട് ഹരിക്കുമ്പം ഈ 2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 2x² ആകും? 2നെ 2x² ആക്കാൻ x² കൊണ്ട് ഗുണിക്കണം. ഓക്കെ, x² × 2x². ശരി, അടി വരച്ച് എന്തായാലും ഇവന്റെ ചിഹ്നം മൈനസ് മാറും. അപ്പൊ 2x² -2x² എന്ന് പറഞ്ഞാൽ 0 വരും. ബാക്കിയുള്ളവരെ താത്തെഴുതാം. +4x -5. ഓക്കെ ആണോ? അടുത്ത സ്റ്റെപ്പ്, 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ +4x ആകും നോക്കണം. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ +4x ആകും? നമുക്കറിയാം +4 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. +2x ആണോ? അപ്പൊ 2നെ 2x കൊണ്ട് ഗുണിച്ചാൽ +4x കിട്ടും. അപ്പൊ നോക്കാം, 2 × 2x എന്ന് പറഞ്ഞാൽ 4x. 2 × 2x എന്ന് പറഞ്ഞാൽ 4x. വരച്ച് നമുക്കറിയാം ഇവന്റെ ചിഹ്നം എന്തായി പോവും? ഇവന്റെ ചിഹ്നം മൈനസ് ആകും. അപ്പൊ ഇവന്മാർ രണ്ടുപേരുടെ 0 ആയി പോവും. ഓക്കെ ആണോ? അടുത്തവനെ താത്തെഴുതി, -5നെ താത്തെഴുതി. നമുക്കറിയാം എന്തായാലും 2നെ -5 ആക്കാൻ പറ്റത്തില്ല. കാര്യം 2നെ ഗുണിച്ച് -5 ആക്കാൻ പറ്റത്തില്ല. എന്നാൽ -5ന് തൊട്ട് താഴെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, എടാ 11 ആക്കാൻ 11നെ 2 കൊണ്ട് ഹരിക്കുമ്പം കറക്റ്റ് 11ൽ എത്തിക്കാൻ പറ്റത്തില്ല. 11ന് തൊട്ട് താഴെ 5 വട്ടം 5 2 10 എന്ന് എഴുതുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. -5 ആക്കാൻ പറ്റത്തില്ല. എങ്കിൽ -5ന് തൊട്ട് താഴെയുള്ള 2ന്റെ ഗുണിതം -4. എങ്കിൽ 2നെ -4 ആക്കാൻ, മകളെ 2നെ -4 ആക്കാൻ -2 കൊണ്ട് ഗുണിക്കണം. -2 × 2 -4 എന്ന് വരും. ശരി, അടി വരച്ച്
താഴെ കിടക്കുന്നതിന്റെ ചിഹ്നം വിപരീതമാകണം അല്ലേ? -5 + 4 എന്ന് വരും. -5 + 4 എന്ന് പറഞ്ഞാൽ മക്കളെ വലുതീന്ന് ചെറുത് കുറയ്ക്കും. 5-ന്ന് 4 കുറച്ചാൽ 1, വലുതിന്റെ ചിഹ്നം മൈനസ്. നമ്മുടെ ശരി ഉത്തരം -1 എന്ന് വരും. നമ്മുടെ റൈറ്റ് ആൻസർ -1. അതായത് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം -1 ആണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായി. ഓക്കെ ആണോ? എടാ ഇവിടെ രണ്ടിടത്തും എന്താണ്, ഒരു മൈനസിന്റെ കുറവാണുള്ളത്. ഇവിടെ -7 വേണമായിരുന്നു, ഇവിടെ -1 വരണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ രണ്ട് പ്രസ്താവനയും ശരിയായനെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ രണ്ട് പ്രസ്താവനയും തെറ്റാണ്. അപ്പം നമ്മുടെ സൂപ്പർ ഓവറിന്റെ 14ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമുക്ക് സൂപ്പർ ഓവറിന്റെ 15ാമത്തെ എപ്പിസോഡുമായിട്ട് മറ്റൊരു പാഠവുമായിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.